ധൈര്യം പ്രയർ ഫാമിലിയുടെ കൂട്ടായ്മയിലൂടെ ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ വിശ്വസ്തൻ എന്നുള്ളി എന്നെയും കുടുംബത്തെയും നിർത്തിയിരിക്കുന്ന സർവ്വതൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് കർത്തൃപാദപീഠത്തിലേക്ക് അടുത്ത് ചെല്ലാം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് എത്ര നല്ലവനാണ്, നമ്മുടെ കർത്താവ് എത്ര വല്ലഭനാണ്, പതിനായിരങ്ങളിൽ സുന്ദരൻ. ഹല്ലേലൂയ. ആമേൻ. സത്യം ഉള്ളിൽ നിശബ്ദമായി തടഞ്ഞു നിൽക്കുമ്പോൾ ആമേൻ വേദനയുണ്ട്, അല്ലേ? ഹല്ലേലൂയ. അത് ശബ്ദമാകുമ്പോൾ ആമേൻ ദൈവവചനം ജീവൻ പകരും. ആമേൻ. ഹല്ലേലൂയ. അത് വചനത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തി ആമേൻ വിശ്വസിക്കുന്ന ജീവിതങ്ങളിൽ വ്യാപരിപ്പാൻ തക്കവിടവിടെയാണ്. പകലിന്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം താങ്ങായി തണലായി നമ്മോട് കൂടെയിരുന്നു. നമ്മെ ജയത്തോടെ നടത്തിയ കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നല്ല കർത്താവ് ഇന്ന് പകലിലും കാല് കല്ലിൽ തട്ടാതെ കാലിനെ വീഴ്ചയിൽ നിന്ന്, കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച വിധങ്ങളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അതേ സ്തുതികളിൽ വസിക്കുന്ന സർവശക്തനായ ദൈവം ഇന്ന് രാത്രി മുഴുവൻ സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ. ഇത് ആമേൻ ദൈവത്തിന്റെ പദ്ധതിയാണ്. ഹല്ലേലൂയ. നീ മിണ്ടാതിരിക്കുകയാണോ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശബ്ദമാകുകയാണോ? ഹല്ലേലൂയ. ഈ നിമിഷം നിന്റെ ഹൃദയം ദൈവത്തിനായി തുറക്കൂ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ കാതുകൾ തുറക്കൂ. ആമേൻ. ദൈവം നിന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ശ്രമിച്ചാലും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. ഓ നന്ദി കർത്താവേ. കേട്ടാലും കേൾക്കാതിരുന്നാലും സത്യം പറയാൻ ഞാൻ തയ്യാറാണ്. ഭയം എന്നെ പിടിക്കില്ല. ഇനി ദൈവ ശബ്ദം ഞാൻ ഉയർത്തും. മിണ്ടാതിരിക്കുക ഇനി വേണ്ട. സത്യത്തിന്റെ പാതയിൽ നടക്കും. ഒരു വാക്ക് ജീവൻ തരുമ്പോൾ എന്തിനാൻ നിശബ്ദനാവൂ? ഇരുട്ടിൽ വെളിച്ചമാവാൻ എന്നെ ദൈവം വിളിച്ചിരിക്കുന്നു. തലമുറയെ ഉണർത്താൻ ഞാൻ ശബ്ദമാകുന്നു. സത്യം പറയാൻ ധൈര്യം നൽകി ആത്മാവ് എന്നെ നിയക്കുന്നു. ദൈവത്തിനായി ഞാൻ നിൽക്കും. ജീവിതം മുഴുവൻ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു? ആമേൻ. അതെ, ദൈവവചനത്തിന് ശക്തിയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. കേട്ടാലും കേൾക്കാതിരുന്നാലും ഞാൻ സത്യം പറയുന്നു. ആമേൻ. ഇന്ന് മനുഷ്യനെ നോക്കാതെ ഞാൻ ദൈവത്തെ നോക്കി നടക്കാം. ഭയം എന്നെ തടയില്ല. ഇനി വിശ്വാസം എന്നെ മുന്നോട്ട് നയിക്കും. ഹല്ലേലൂയ. ഒരു ശബ്ദം ഉയർന്നാൽ മതി, ഒരു തലമുറ ഉണരും. ഇതാ ഞാൻ തീരുമാനിക്കുന്നു, മിണ്ടാതിരിക്കില്ല. ഇനി ദൈവത്തിന്റെ ശബ്ദമാകും. ആമേൻ. ഞാൻ ഹല്ലേലൂയ ദൈവ നാമ മഹിമയ്ക്കായി ജീവിക്കും. ഹല്ലേലൂയ. കണ്ണുകളെ അടച്ചാലും നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനും നിത്യനീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല ഞങ്ങൾ കേട്ടതുപോലെ അവിടുത്തെ ശബ്ദമായി അവിടുത്തെ മഹിമയ്ക്കായി ജീവിപ്പാൻ ഇന്ന് രാത്രി കർത്താവ് അവിടുന്ന് ഞങ്ങളോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യണമേ. ഇന്ന് രാത്രി ഈ ആത്മീയ കൂട്ടായ്മയിൽ കടന്നു വരുന്ന എല്ലാവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വരും ദിനങ്ങളിൽ ഈ സന്ദേശം ശ്രവിക്കുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും എല്ലാ നിലകളിലും ധാരാളമായി അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇന്ന് രാത്രി ശുശ്രൂഷിപ്പാനടിയെ ശക്തീകരിക്കണം കർത്താവെ. ഓൺലൈനിൽ ഓഫ്ലൈനിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സ്വർഗ്ഗം അനുഗ്രഹിക്കണം. മഹത്വമെല്ലാം അവിടുത്തേക്ക് അർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.
അവർ കേട്ടാലും കേൾക്കാതിരുന്നാലും നീ എന്റെ വാക്കുകൾ പറയുക. ഹല്ലേലൂയ. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 7-ാം വാക്യമാണ് ഇന്ന് രാത്രി ചിന്തയ്ക്ക് ആധാരമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഇരുന്നവനും ഇരിക്കുന്നവരും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുലനായ യേശു കർത്താവിന്റെ നാമത്തിൽ എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം അറിയിച്ചുകൊണ്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു. ശബ്ദമുയർത്തി വായിച്ചാൽ അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും നീ എന്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കണം. അവർ മഹാമത്സരികളല്ലോ. ഹല്ലേലൂയ. ഇന്നത്തെ ലോകം ആമേൻ ഹല്ലേലൂയ നാം ശ്രദ്ധിച്ചേ ആമേൻ സത്യം മറച്ചു വെക്കുന്നു. ഹല്ലേലൂയ. സത്യം ഒഴിവാക്കുന്നു. ആമേൻ പാപത്തെ സാധാരണമാക്കുന്നു. പക്ഷെ ദൈവം ചോദിക്കുന്നു, നീ എന്റെ ശബ്ദമാകുമോ? ഇന്ന് രാത്രി ദൈവം ആവർത്തിച്ച് ചോദിക്കുന്നു, നീ കർത്താവിന്റെ പരിശുദ്ധ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രിയിൽ ചില സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ മുമ്പിൽ നേരിട്ടത് കൊണ്ട് ആമേൻ ശുശ്രൂഷയിൽ അല്പം പ്രയാസം നേരിട്ടു. എങ്കിലും സകല നന്മയ്ക്കാക്കി തീർക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നമ്മോടൊപ്പം ഉള്ളത് കൊണ്ട് ഇന്ന് രാത്രി വീണ്ടും ദൈവം ഒരുക്കുന്ന മുഖാന്തരങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ദൈവമായ കർത്താവ് എല്ലാവരെയും എല്ലാ നിലകളിലും ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് ദൈവവചനം ശ്രമിക്കാം. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം ഒരിക്കൽ കൂടെ വായിക്കാം. അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും നീ എന്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കണം. അവർ മത്സരികളല്ലോ. ഹല്ലേലൂയ. ആമേൻ. എസ്കേലിന്റെ പ്രവാചന പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം നമ്മോട് ഒരു അത്യന്ത ഗൗരവമുള്ള സത്യം വെളിപ്പെടുത്തുന്നു. ആമേൻ. അത് ഇപ്രകാരമാണ്, അവർ കേട്ടാലും കേൾക്കാതിരുന്നാലും. ഹല്ലേലൂയ. ആമേൻ. അതെ, നീ എന്റെ വചനം, നീ എന്റെ ശബ്ദം, നീ എന്റെ വാക്കുകൾ അവരോട് പറയണം. ഹല്ലേലൂയ. ഈ വചനം പറഞ്ഞത് അത് എസ്കേലിനോടാണ്. ഹല്ലേലൂയ. അവനെ ദൈവം അയച്ചത് ഒരു അനുസരണക്കേടുള്ള തലമുറയുടെ ഇടയിലേക്കാണ്. 2-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അത് വളരെ സ്പഷ്ടമായും വ്യക്തമായും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, നിന്നോട് മത്സരിക്കുന്ന മത്സരികളായ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ഞാൻ നിന്നെ അയക്കുന്നു. അവരും അവരുടെ പിതാക്കന്മാരും ഇന്നുവരെ എന്നോട് അതിക്രമം ചെയ്തിരിക്കുന്നു. മക്കൾ ദുശാഠ്യവും ഉള്ളവർ അവരുടെ അടുക്കലാകുന്നു ഞാൻ നിന്നെ അയക്കുന്നത്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ അവരോട് പറയണം, കേട്ടാലും കേൾക്കാഞ്ഞാലും അവർ മത്സരഗ്രഹമല്ലോ. തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്ന് അവർ അറിയണം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, ദൈവത്തെ മുറുകെ പിടിച്ച ജനങ്ങൾ,
ഹല്ലേലൂയ. ദൈവത്തെ അറിയുന്നവരായിട്ട് ആമേൻ ദൈവത്തെ കേൾക്കാൻ തയ്യാറല്ലാത്തവർ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ആമേൻ ഒരു വലിയ സത്യം. ആമേൻ ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ വിളി ആമേൻ പ്രതികരണത്തിൽ ആശ്രയിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആളുകൾ കേൾക്കുമോ ഇല്ലയോ അതനുസരിച്ച് നിന്റെ ദൗത്യം മാറുന്നില്ല പ്രിയരെ. ഇന്ന് പലരും സേവനം നിർത്തുന്നതാ. എന്തുകൊണ്ടാണെന്നറിയാമോ? ആരും കേൾക്കുന്നില്ല. ആമേൻ. അതെ, എന്റെ പ്രസംഗം ആരും ശ്രദ്ധിക്കുന്നില്ല. ആമേൻ. ലൈക്കും കമന്റും ഇടുന്നില്ല. ആമേൻ. ആർക്കും ഇത് പ്രയോജനപ്പെടുന്നില്ല എന്ന് സ്വയം വിലയിരുത്തി പലരും അതെ അവരുടെ ശുശ്രൂഷകൾ എന്ത് ചെയ്യാം അവസാനിപ്പിക്കുകയാണ്. ആമേൻ. പാടാൻ കൃപയുണ്ട്, പാടാൻ കഴിവുണ്ട്, പാടാൻ ദൈവം അവസരങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ ആരും ഗമനിക്കുന്നില്ല, ആരും അവസരങ്ങൾ തരുന്നില്ല, ആരും ലൈക്കും കമന്റും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇനി ഒന്നും ചെയ്യുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് പലരും സേവനം നിർത്തുന്നത് എന്തുകൊണ്ടാ? ആരും കേൾക്കുന്നില്ല, ആരും മൈൻഡ് ചെയ്യുന്നില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ ദൈവം പറയുന്നു, നീ കേൾക്കപ്പെടാൻ വിളിക്കപ്പെട്ടവനല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ പറയാൻ വിളിക്കപ്പെട്ടവനാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഒന്നാമത്തെ സത്യവത പ്രിയരെ. ആമേൻ. രണ്ടാമത്തെ സത്യം അത് വിശ്വസ്തത. ആമേൻ. അത് വിജയത്തെക്കാൾ പ്രാധാന്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതേ രണ്ടാമത്തെ സത്യം ഞാൻ പറയട്ടെ, വിശ്വസ്തതയാണ്. അത് വിജയത്തെക്കാൾ പ്രധാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകം ചോദിക്കുന്നത് എത്ര പേർ കേട്ടു? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ആമേൻ, നിങ്ങളുടെ ലൈവ് എത്ര പേര് കാണാറുണ്ട്? എത്ര പേര് കമന്റ് ഇടാറുണ്ട്? എത്ര പേര് ലൈക്ക് ഇടാറുണ്ട്? ഹല്ലേലൂയ. എത്ര പേര് വിളിക്കാറുണ്ട്? എത്ര പേര് ക്ഷണിക്കാറുണ്ട്? അത് മുഖാന്തരം എവിടെയൊക്കെ പോകാൻ സാധിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആമേൻ. ഇതാണ് ആമേൻ ലോകം ചോദിക്കുന്നത്, എത്ര പേർ കേട്ടു? ആമേൻ. ദൈവം ചോദിക്കുന്നത്, ആമേൻ, നീ വിശ്വസ്തനായിരുന്നോ? ഹല്ലേലൂയ. നിന്നെ ഏൽപ്പിച്ച കാര്യത്തിനകത്ത്, ആമേൻ, നിന്നെ ഏൽപ്പിച്ച ദൗത്യത്തിനകത്ത്, നിനക്ക് നൽകിയ നിയോഗത്തിനകത്ത്, നിന്റെ മേൽ പകരപ്പെട്ട ആ ദൈവിക അഭിഷേകത്തിനകത്ത്, ആമേൻ, നീ ദൈവവുമായിട്ട് ഹല്ലേലൂയ അതേ വിശ്വസ്തതയുള്ളവനായിരുന്നു. ആമേൻ. നീ വിശ്വസ്തനായിരുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിലൂടെ യിരെമ്യാവിനോട് ദൈവം ഇടപെടുകയുണ്ടായി. ഹല്ലേലൂയ. വായിച്ചാലും അങ്ങനെ യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ ബാലനെന്ന് പറയരുത്. കണ്ടോ, ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ഞാൻ നിന്നെ അയക്കുന്നിടത്തൊക്കെയും പോകുക. ആമേൻ. ഇത് കൺവീനിയൻസ് അല്ല. ആമേൻ. ഇത് കമ്മിറ്റ്മെന്റ് ആണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മൂന്നാമതായ ഒരു സത്യം ആമേൻ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഹല്ലേലൂയ, കേൾക്കുവാൻ സാധിക്കുന്നത്, മിണ്ടാതെ ഇരിക്കുന്നത് അനുസരണക്കേടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം പലപ്പോഴും ചിന്തിക്കുന്നത്, ഞാൻ തെറ്റൊന്നും ചെയ്തില്ല, പക്ഷേ ദൈവം പറയുന്നത് പറയാതെ ഇരുന്നത് തന്നെ തെറ്റാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ പുതിയ നിയമ ആമേൻ ശുശ്രൂഷകന്മാരോട് അപ്പോസ്തല പ്രവർത്തികൾ 4-ാം അധ്യായം ആമേൻ 20-ാം വാക്യത്തിലൂടെ ആമേൻ അഭിഷക്തൻ അതേ രേഖപ്പെടുത്തിയത് ഇപ്രകാരമാണ്. വായിച്ചാലും ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്നത് പ്രസ്താവിക്കാതിരിപ്പാൻ
കഴിയുന്നതല്ല. Praise the Lord. ഞങ്ങൾ കണ്ടതും കേട്ടതും പറയാതിരിക്കുകയില്ല. അതാണ് യഥാർത്ഥ ദൈവജനത്തിന്റെ അടയാളം. ആമേൻ. ഇന്നത്തെ കാലഘട്ടത്തിൽ സത്യം ഉള്ളിൽ സൂക്ഷിക്കുന്ന ക്രിസ്ത്യാനികളാണ് കൂടുതൽ. ഹല്ലേലൂയ. പക്ഷേ സത്യം പ്രഖ്യാപിക്കുന്നവർ ഹല്ലേലൂയ കുറവാണ്. ആമേൻ. സോഷ്യൽ മീഡിയയിൽ, ആമേൻ, കുടുംബങ്ങളിൽ, സുഹൃത്തുക്കളിൽ നാം പലപ്പോഴും സത്യം എന്ത് ചെയ്യുന്നു? അറിയുന്നു. പക്ഷേ എന്ത് ചെയ്യുന്നില്ല? പറയുന്നില്ല. കാരണം ഭയമാണ്. പ്രൈസ് ദി ലോർഡ്. നിരാകരണമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം ഇന്ന് രാത്രി പറയുന്നു, ഞാൻ നിന്റെ ഉള്ളിൽ വെച്ച ശബ്ദം ആമേൻ നീ പുറത്ത് ആമേൻ വെളിപ്പെടുത്തണം, പുറത്തേക്ക് കൊണ്ടുവരണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഉള്ളിൽ മാത്രം ഇരിക്കാനല്ല, അത് ലോകത്തെ മാറ്റാൻ ഉള്ളതാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ വചനം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്റെ അന്തരാത്മാവിൽ അനുഭവിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ ചിലർ ദൈവം നിന്നോട് പല തവണ സംസാരിച്ചു, പക്ഷേ നീ അത് അടച്ചു വെച്ചു. ഹല്ലേലൂയ. ദൈവം പലപ്പോഴും നിന്നെ ഉണർത്തി. ആമേൻ. നീ ഉണർന്നിട്ടും ആമേൻ ഹല്ലേലൂയ നീ മൗനമായിരിക്കുന്നു. ഹല്ലേലൂയ. പക്ഷേ നീ അത് അടച്ചു വെച്ചു. എന്നാൽ ഇന്ന് ആ ശബ്ദം വീണ്ടും നിന്റെ കാതുകളിൽ സ്വർഗം കേൾപ്പിക്കുന്നു, നിന്നെ ഉണർത്തുകയാണ്. ഇന്ന് മുതൽ നീ മിണ്ടാതിരിക്കില്ല, നീ സത്യം പറയും, നീ ദൈവത്തിന്റെ ശബ്ദമാകും. ഇന്ന് രാത്രി ചിലരുടെ മേൽ ദൈവിക അധികാരങ്ങൾ, ദൈവിക നിയോഗങ്ങൾ അത് വെളിപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. നീ ദൈവത്തിന്റെ ശബ്ദമാകും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന ചില ജീവിതങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഹല്ലേലൂയ, നീ ദൈവത്തിന്റെ ശബ്ദമാകും. കാരണം ദൈവത്തിന്റെ വചനം അത് ഉള്ളിൽ വന്നാൽ അത് പുറത്തേക്ക് വരാതിരിക്കില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, ഇന്നത്തെ കാലഘട്ടം ആത്മീയമായി വളരെ ഗൗരവമുള്ള അവസ്ഥയിലാണ്. ആമേൻ. ലോകം ആമേൻ സത്യത്തെ ഒഴിവാക്കുന്നു, പാപം സാധാരണമായതായി കാണിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ഒരു ഹല്ലേലൂയ തലമുറ ആമേൻ അത് എഴുന്നേൽക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി അത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഹല്ലേലൂയ. കോംപ്രമൈസ് ഒരു സംസ്കാരമായി മാറിയിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം ആമേൻ അതിന്റെ 3-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. അവർ പത്യ ഉപദേശം പൊറുക്കാതെ കർമ്മരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾക്കുവാൻ തിരിയുകയും ചെയ്യുന്ന കാലം വരുന്നു. ഹല്ലേലൂയ. നോക്കണമേ, സത്യം കേൾക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ആമേൻ ലോകത്തിൽ ആമേൻ നാം ശ്രദ്ധിച്ചാൽ ഇത് ആമേൻ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഹല്ലേലൂയ. ഈ വചനം ഇന്ന് നമുക്ക് മുമ്പിൽ അതെ നിവർന്നു നിൽക്കുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ സഭകളിൽ പോലും കഠിനമായ സത്യം എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഹല്ലേലൂയ. ആളുകളെ സന്തോഷിപ്പിക്കുന്ന സന്ദേശങ്ങളാണ് കൂടുതലാകുന്നത്. എന്തുകൊണ്ട്? ആളുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് അതാണ്. ഹല്ലേലൂയ. ഇന്നത്തെ സോഷ്യൽ മീഡിയ ആമേൻ ഹല്ലേലൂയ തലമുറ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ലൈക്ക്. ഹല്ലേലൂയ. ലൈക്സ് ആണ് പ്രധാനമെന്ന് കരുതുന്നു. ഹല്ലേലൂയ. ട്രൂത്ത് സത്യമല്ല. പ്രൈസ് ദി ലോർഡ്. ആളുകൾ ചോദിക്കുന്നതാ എത്ര പേർ എന്നെ പിന്തുടരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആളുകൾ സാധാരണയായി ചോദിക്കുന്നതല്ലേ ആമേൻ ഫോളോവേഴ്സ് എത്രയുണ്ട്, നിങ്ങളെ എത്ര പേര് ആമേൻ അതെ ഫോളോ ചെയ്യുന്നുണ്ട്, എത്ര പേര് എത്ര പേര് ലൈക്ക് ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ആമേൻ നിങ്ങൾ പറയുന്ന വചനപ്രകാരം ജീവിക്കുന്ന എത്ര ആളുകൾ ഉണ്ടെന്ന് എന്ത് ചെയ്യാറില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ സത്യത്തിൽ നിലനിൽക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ വലിയ പ്രശ്നം ആമേൻ ഹല്ലേലൂയ നാം പീപ്പിൾ പ്രഷറായി മാറുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അതെ, ജനങ്ങളുടെ പ്രഷറായി നാം മാറുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗോഡ് പ്രഷർ അല്ല.
ആമേൻ. ദൈവത്തിന്റെ പ്രഷറായി നാം മാറുന്നില്ല. മനുഷ്യരുടെ അംഗീകാരം വേണ്ട, പക്ഷെ ദൈവത്തിന്റെ അംഗീകാരം നഷ്ടപ്പെടുന്നു. അതെ, കുടുംബങ്ങളിൽ നോക്കൂ, തെറ്റുകൾ ആവർത്തിക്കുന്നു, തെറ്റുകൾ നടക്കുന്നു, അവിശ്വസ്തത വർദ്ധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. പക്ഷേ ആരും സത്യം പറയുന്നില്ല. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ, അപ്പൻ അമ്മമാരുടെ ഇടയിൽ, മക്കളുടെ ഇടയിൽ, ബന്ധങ്ങളുടെ ഇടയിൽ, ഹല്ലേലൂയ, തെറ്റുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. ആരും സത്യം സംസാരിക്കുന്നില്ല, വിശ്വസ്തരായിരിക്കുന്നില്ല. സുഹൃത്തുക്കളിൽ തെറ്റായ വഴികൾ, ഹല്ലേലൂയ, അതെ, ആരും മുന്നറിയിപ്പ് നൽകുന്നില്ല. എന്തുകൊണ്ട്? ബന്ധം നഷ്ടപ്പെടുമോ എന്ന ഭയം. ഹല്ലേലൂയ, ആമേൻ. സത്യം പറഞ്ഞാൽ ഉള്ളതും കൂടെ ആമേൻ ഇല്ലാതാകുമോ എന്ന ഭയം. ഹല്ലേലൂയ, പലരും ആമേൻ എന്തുകൊണ്ട് അതെ സത്യം വെളിപ്പെടുത്തുന്നില്ല? ബന്ധം നഷ്ടപ്പെടുമോ എന്ന ഭയം. ആളുകൾ എന്ത് ചിന്തിക്കുമെന്ന ആശങ്ക. പക്ഷെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ സത്യം പറയാത്ത സ്നേഹം യഥാർത്ഥ സ്നേഹമല്ല. ഒരാളെ വേദനിപ്പിച്ചാലും അവനെ രക്ഷിക്കുന്ന സത്യം, ഹല്ലേലൂയ, അതാണ് ദൈവിക സ്നേഹം. ഹല്ലേലൂയ, ഇന്ന് ദൈവം നമ്മോട് പറയുന്നു, നീ വ്യത്യസ്തനായിരിക്കണം. നീ അവരിൽ ഒരാളായി ആമേൻ പര്യവസാനിച്ചു കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. യു ആർ ഡിഫറന്റ് മാൻ. ഹല്ലേലൂയ, യു ആർ ഡിഫറന്റ് വിമൻ, യു ആർ ഡിഫറന്റ് ഗേൾ. ഹല്ലേലൂയ, ആമേൻ. നീ ഒരു വ്യത്യസ്തനാണ്, നീ ഒരു വ്യത്യസ്ത ശുശ്രൂഷകനാണ്. ഹല്ലേലൂയ, നീ വ്യത്യസ്തനായിരിക്കണം. ആമേൻ. നീ ഈ ലോകത്തിന്റെ മാതൃകയിൽ ആമേൻ നടക്കരുത്. ഈ ലോകത്തിന്റെ മാതൃകയിൽ അതെ ജീവിക്കരുത്. ഈ ലോകത്തിന്റെ മാതൃകയിൽ ശുശ്രൂഷിക്കരുത്. ഹല്ലേലൂയ, നീ ഈ ലോകത്തിന്റെ മാതൃകയാകരുത്. ആമേൻ. നീ സത്യം പറയണം. ഹല്ലേലൂയ, ഞാൻ ആത്മാവിൽ ആമേൻ അതെ അനുഭവിക്കുന്നു. ഇവിടെ ചിലർ ആമേൻ അതെ സത്യം അറിയുന്നെങ്കിലും, സത്യം മനസ്സിലാക്കുന്നെങ്കിലും, ഹല്ലേലൂയ, ആമേൻ, നീ സത്യം അറിയുന്നു എങ്കിലും അറിയുന്നത് ആമേൻ വെളിപ്പെടുത്താതായിരിക്കുന്നു. ഹല്ലേലൂയ, നീ അത് അടച്ചു വെക്കുന്നു. എന്നാൽ ഇന്ന് ദൈവം നിന്നെ സ്പർശിക്കുകയാണ്. ദൈവം നിന്നെ അതെ ആമേൻ നിയോഗിക്കുകയാണ്. ഹല്ലേലൂയ, ദൈവം നിന്നെ ഉയർത്തുന്നു. നിന്റെ ശബ്ദം നിന്റെ കുടുംബത്തെ മാറ്റാം, നിന്റെ സാക്ഷ്യം നിന്റെ സുഹൃത്തുക്കളെ രക്ഷിക്കാം. ആയതുകൊണ്ട് ഇന്നു മുതൽ മനുഷ്യരെ സന്തോഷിപ്പിക്കുവാനല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ജീവിക്കൂ. ഹല്ലേലൂയ, നീ സത്യം പറയും. ആമേൻ, നീ നിൽക്കും. ആമേൻ, നീ വ്യത്യസ്തനായിരിക്കും. കാരണം ഈ കാലഘട്ടത്തിൽ ഹല്ലേലൂയ ദൈവം അന്വേഷിക്കുന്നത് ശബ്ദമുള്ള വിശ്വസ്തരെയാണ്. പാടാൻ നല്ല ശബ്ദമുണ്ട്, പാടാൻ നല്ല കഴിവുണ്ട്, പ്രസംഗിക്കുവാൻ നല്ല വാചാരിതയുണ്ട്, പക്ഷേ ജീവിതത്തിൽ വിശ്വസ്തതയില്ല. ദൈവം നോക്കുന്നത് വിശ്വസ്തതയാണ്. ഹല്ലേലൂയ, പ്രിയ ദൈവജനമേ, യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ നാം കഴിഞ്ഞ ദിവസം ഇപ്രകാരം വായിച്ചു. ഇന്ന് രാത്രി വീണ്ടും അത് ആവർത്തിച്ച് വായിക്കുവാൻ പോകുകയാണ്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. സിയോനിൽ ആമേൻ കാഹളമൂതുവിൻ. ഹല്ലേലൂയ, സിയോനിൽ കാഹളമൂതുവിൻ, സിയോനിൽ കാഹളമൂതുവിൻ. എന്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വിളിപ്പി, എന്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വിളിപ്പി. യഹോവയുടെ ദിവസം വരുന്നത് കൊണ്ട്, യഹോവയുടെ ദിവസം വരുന്നത് കൊണ്ട്, അത് അടുത്തിരിക്കുന്നത് കൊണ്ട് ദേശത്തിലെ സകല നിവാസികളും, ദേശത്തിലെ സകല നിവാസികളും നടുങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ, സിയോനിൽ കാഹളമൂതുവിൻ. ഈ വചനം ഒരു വലിയ വിളിയാണ്. ഹല്ലേലൂയ, ഒരു ജാഗ്രതയുടെ ശബ്ദമാണ്. ഹല്ലേലൂയ, ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വ്യക്തമായി കാണുന്നു, വ്യക്തമായി അനുഭവിക്കുന്നു. ഹല്ലേലൂയ, ഇവിടെ ആമേൻ ചിലർ ഏറെ നാളുകളായി ഹല്ലേലൂയ സത്യം ആമേൻ മൂടി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ, സത്യം അടച്ചു വെച്ചിരിക്കുന്നു. നിന്റെ ഉള്ളിൽ ഒരു ശബ്ദമുണ്ട്. ആമേൻ, നീ പലതവണ നിന്നോട് സംസാരിച്ചു, പക്ഷേ നീ അത് പുറത്തു കൊണ്ടുവരുന്നില്ല. ആമേൻ, നിന്റെ പ്രാർത്ഥനാ റൂമിനകത്ത് നീ കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവം ചില സത്യങ്ങൾ നിനക്ക് വെളിപ്പെടുത്തി. നീ ആയിരിക്കുന്ന ആ സമൂഹത്തിൽ, നീ ആയിരിക്കുന്ന ഭവനത്തിൽ, നീ ആയിരിക്കുന്ന സഭയിൽ, നീ ആയിരിക്കുന്ന
രാജ്യത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ആമേൻ ചില വസ്തുതകള്, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങള് ദൈവം വെളിപ്പെടുത്തി, ചില ദർശനങ്ങൾ നൽകി, ചില വെളിപ്പാടുകൾ നൽകി, ചില ആലോചനകൾ നൽകി. അത് നിന്റെ ഉള്ളിൽ നീ എന്ത് ചെയ്തു? ഒതുക്കി വെച്ചു. നീ പുറത്തു കൊണ്ടുവന്നില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? ഭയം. ഹല്ലേലൂയ. ഞാനത് പറഞ്ഞാൽ ആമേൻ എന്ത് സംഭവിക്കും? ആളുകൾ എന്ത് പറയുമെന്ന് ചിന്ത. ഹല്ലേലൂയ. അതേ ഒറ്റപ്പെടലിന്റെ ആമേൻ നിരാകരണത്തിന്റെ ഭയം. എന്നാൽ ഇന്ന് കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ വിളിച്ചു. ഹല്ലേലൂയ. ഞാനാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാനാണ് നിന്നെ അയച്ചിരിക്കുന്നത്. ആമേൻ. നീ മിണ്ടാതിരിക്കരുത്. ഹല്ലേലൂയ. ഇത് നിശബ്ദതയുടെ സമയമല്ല, ഇത് പ്രഖ്യാപനത്തിന്റെ സമയമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി മൗനമായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. ആത്മീയമായി നോക്കുമ്പോൾ ദൈവം ഒരാളെ വിളിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ ഒരു ശബ്ദം നിക്ഷേപിക്കുന്നു. ഹല്ലേലൂയ. ആ ശബ്ദം അടച്ചു വെച്ചാൽ അത് നിന്റെ ഉള്ളിൽ ഭാരമാകും. ഹല്ലേലൂയ. എന്നാൽ അത് പുറത്തു വന്നാൽ അത് മറ്റുള്ളവർക്ക് ജീവനായി വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും, ജീവൻ നൽകുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിളിയുള്ളവർ, ആമേൻ, കൃപയുള്ളവർ, ശുശ്രൂഷയുള്ളവർ ഏതൊക്കെയോ വിഷയത്തിനകത്ത് ഭയപ്പെട്ടിരിക്കുന്നു. ആളുകൾ എന്ത് വിചാരിക്കും, എന്ത് ചിന്തിക്കുമെന്ന് വിചാരപ്പെട്ട് ഭയത്തോടായിരിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, ഭയത്തിന്റെ ബന്ധനങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരുടെ ജീവിതത്തിൽ തകരുകയാണ്. ശുശ്രൂഷയിൽ നീ ഉയർന്നു വരാതെ നാളിതുവരെ നിന്നെ ഭയപ്പെടുത്തിയിരുന്ന, നിന്നെ ബന്ധിച്ചിരുന്ന മുഖത്തിന്റെ അമ്മി കയറുകൾ ഇന്ന് രാത്രി തകരുകയാണ്. ആ ഭയത്തിന്റെ ബന്ധനങ്ങൾ ഇപ്പോൾ തകരുന്നു. ആത്മീയ മൗനം അവസാനിക്കുന്നു. ധൈര്യം ഉയരുന്നു. നീ ഇനി പിന്നോട്ടല്ല, നീ ഇനി മിണ്ടാതിരിക്കില്ല. ഇന്ന് മുതൽ നീ സത്യം പറയും. നീ ദൈവത്തിന്റെ ശബ്ദമാകും. അതേ കുടുംബത്തിൽ ഒരു വെളിച്ചമാകും, സഭയിൽ ഒരു ഉണർവാകും. ഹല്ലേലൂയ. സോഷ്യൽ മീഡിയയിൽ ഒരു സാക്ഷിയായിരിക്കും, സമൂഹത്തിൽ ഒരു മാറ്റത്തിന്റെ കാരണമാകും. ഹല്ലേലൂയ. കാരണം യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യം വീണ്ടും നമ്മെ ഓർപ്പിക്കുന്നു, കാഹളമൂതുവീൻ. ഹല്ലേലൂയ. അതേ കാഹളമൂതുന്നത് മുന്നറിയിപ്പ് നൽകുക, ആമേൻ, ഉണർത്തുക, രക്ഷിക്കുക. ഹല്ലേലൂയ. അതിനായി ദൈവം നിന്നെ വിളിച്ചിരിക്കുകയാണ്. അതിനായി ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ കാണുന്നു, ദൈവം ഒരു പുതിയ തലമുറയെ ഉയർത്തുന്നു. ഹല്ലേലൂയ. മിണ്ടാതിരിക്കാത്തവർ, ഹല്ലേലൂയ, അതേ ഭയപ്പെടാത്തവർ, സത്യം പറയുന്നവർ. ഹല്ലേലൂയ. ആമേൻ. ഇത് നിന്റെ സമയമാണ്. ഹല്ലേലൂയ. അതേ ആത്മീയമായി എഴുന്നേൽക്കൂ. ഹല്ലേലൂയ. ആമേൻ. സ്പീക്ക് അപ്പ്. ശബ്ദമാകൂ. സ്റ്റാൻഡ് അപ്പ്. സത്യത്തിൽ നിൽക്കൂ. കാരണം ഹല്ലേലൂയ. ആമേൻ. നിന്റെ ശബ്ദം ഒരാളുടെ ജീവിതം മാറ്റാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ പ്രഖ്യാപനം ഒരു തലമുറയെ ഉണർത്താം. ഹല്ലേലൂയ. ആമേൻ. ഇത് നിശബ്ദതയുടെ സമയമല്ല. ആമേൻ. ഇത് ദൈവത്തിന്റെ ശബ്ദമാകുവാനുള്ള സമയമാണ്. ഹല്ലേലൂയ. എത്ര പേർ കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ തങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കും. ഹല്ലേലൂയ. Thank you, Jesus. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു ലളിതമായ സത്യമാണ്. അവർ കേട്ടാലും കേൾക്കാതിരുന്നാലും നീ എന്റെ വചനം അറിയിക്കണം. നീ എന്റെ വാക്കുകൾ പറയണം. ഹല്ലേലൂയ. നീ എന്റെ ശബ്ദമാണ്. ഇതൊരു നിർദ്ദേശം മാത്രമല്ല, ഇത് ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്നും വരുന്ന ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഭാഗവാക്കാക്കുക. കൃപ ലഭിച്ച ദൈവജനമേ, നാം ഉണരേണ്ടിയിരിക്കുന്നു. ഇന്ന് ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ നാം നമ്മെ പരിശോധിക്കണം. എത്ര തവണ നാം സത്യം അറിഞ്ഞിട്ട് മിണ്ടാതിരുന്നു? എത്ര തവണ ഭയം നമ്മെ നിശബ്ദനാക്കി? എത്ര
വലുതായി തോന്നി. ഇന്നത്തെ ലോകം കൺഫ്യൂഷനിലാണ്. സത്യം ഡിസോർട്ട് ചെയ്യപ്പെടുന്നു, പാപം നോർമലാക്കപ്പെടുന്നു. അങ്ങനെ ഒരു സമയത്ത് ദൈവം നിശബ്ദരെ അല്ല അന്വേഷിക്കുന്നത്, ശബ്ദമുള്ള വിശ്വസ്തരെയാണ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രാർത്ഥന കൂട്ടായ്മ ഒരു റൊട്ടീൻ അല്ല, ഇതൊരു സറണ്ടർ, ഇതൊരു രംഗമല്ല. കർത്താവേ, ഞങ്ങൾ ഉണ്ടാതിരുന്നെടുത്ത് ക്ഷമിക്കണമേ. ഇത് റെപ്പന്റൻസ്, ഞങ്ങൾക്ക് ധൈര്യം തരണമേ. ഇത് ഇംപ്രൂവ്മെന്റ് ആണ്. ഇപ്പോൾ ആത്മീയമായി ഭയം എന്നതൊരു വികാരമല്ല, അതൊരു തീരുമാനമാണ്. ആത്മാവ് നിറയുന്നത് ഒരനുഭവം മാത്രമല്ല, അതൊരു ട്രാൻസ്ഫോർമേഷനാണ്, അതൊരു കോളിംഗ്. അതൊരു കൺവേഷൻ. നീ മുന്നോട്ട് വരുമ്പോൾ, നീ ഒരു തീരുമാനമെടുക്കുമ്പോൾ, ആ തീരുമാനത്തിന്മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തി വെളിപ്പെടും. ഇനി ഞാൻ ഉണ്ടാതിരിക്കില്ല, ഇനി ഞാൻ ദൈവത്തിന്റെ ശബ്ദമാകും. രാത്രി ആത്മാവിൽ എത്ര പേർക്ക് ഇങ്ങനെ പ്രഖ്യാപിക്കുവാൻ കഴിയും? ഈ നിമിഷത്തിൽ കർത്താവേ, അവിടുന്ന് അവിടുത്തെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ചിലരുടെ ധൈര്യം ഉയരുന്നു, ചിലരുടെ വായ് തുറക്കപ്പെടുന്നു, ചിലരുടെ ജീവിതം പുതിയ ദിശയിലേക്ക് പോകുന്നു. അതുകൊണ്ട് കേട്ടാലും കേൾക്കാതിരുന്നാലും നീ ദൈവത്തിന്റെ വാക്ക് പറയുവാൻ തയ്യാറാണ്. മിണ്ടാതിരിക്കുക. ഇനി വേണ്ട, നീ നിശബ്ദമാകേണ്ട സമയമല്ല. ഹല്ലേലൂയ. നിന്റെ ശബ്ദം കാഹളം പോലെ ഉയർത്തി ഇസ്രായേൽ ജനത്തോട് അവരുടെ പാപങ്ങളെ അറിയിക്കുക. നിന്റെ ദേശത്ത് നീ ദൈവശബ്ദമാകട്ടെ, നിന്റെ ഭവനത്തിൽ നീ ദൈവശബ്ദമാകട്ടെ. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് രാത്രി കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടുത്തെ ശബ്ദമായി, അവിടുത്തെ അതികാലയായി, അവിടുത്തെ ഗ്രഹവിധാരകന്മാരായി, അവിടുത്തെ ശുശ്രൂഷകന്മാരായി ഇന്ന് രാത്രി തലമുറ എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തോത്രം, ഭയങ്ങളെ മാറ്റുന്നതിനായി സ്തോത്രം. കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവരും നിയോഗത്തോടെ ഉത്തരവാദിത്വത്തോടെ ദൈവം എഴുന്നേൽപ്പിക്കുന്നതിനായി ശുശ്രൂഷിക്കാൻ ശക്തീകരിച്ചതിനായി അതിന്റെ എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കും. വരുദിനങ്ങളിൽ ഈ സന്ദേശം ശ്രമിക്കുന്ന എല്ലാവരെയും നിയോഗത്തോടെ എഴുന്നേൽപ്പിക്കും. സത്യത്തിന് വേണ്ടി നിലകൊള്ളുക. കർത്താവ് പ്രവചിക്കും. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്നാണ്. രാത്രി ഏതൊക്കെ വിഷയത്തിനകത്ത് ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവോ ആ വിഷയത്തിനകത്ത് നിന്നെല്ലാം സ്വതന്ത്രരാണ്. മഹത്വമെല്ലാം അവിടത്തേക്ക് അർപ്പിക്കുന്നു. അടിയങ്ങൾക്കായി കാൽവരിയിൽ ജീവനർപ്പിച്ചു യേശു കർത്താവിൻ നാമത്തിൽ താഴ്മ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദര സ്നേഹദീനം ഫാമിലി, നിങ്ങൾക്ക് ഈ കൂട്ടായ്മ അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് ഇത് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ദൈവമായ കർത്താവ് എല്ലാവരെയും എല്ലാ നിലകളിലും ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ശബ്ദമായി തടഞ്ഞു നിൽക്കുമ്പോൾ വേദനയുണ്ട്, ശബ്ദമാകുമ്പോൾ ദൈവവചനം ജീവൻ പകരും ശക്തിയുണ്ട്.
കേട്ടാലും കേൾക്കാതിരുന്നാലും ഞാൻ സത്യം പറയും. മനുഷ്യരെ നോക്കാതെ ഞാൻ ദൈവത്തെ നോക്കി നടക്കും. എന്നെ തടയില്ല, വിശ്വാസം മുന്നോട്ട് നയിക്കും. ഒരു ശബ്ദം ഉയർന്നാൽ മതി, ഒരു തലമുറ ഉണരും. ഇന്ന് ഞാൻ തീരുമാനിക്കുന്നു, മിണ്ടാതിരിക്കില്ലിനി. എന്നെ ചാതിരില്ല